ശ്രീ ജെ ആർ പത്മകുമാർ, അജയൻ എന്ന ഓറ സൃഷ്ടിച്ചിരുന്നു നരേന്ദ്രമോദി. അതിലുണ്ടായിട്ടുള്ള വിള്ളലാണ് 2020 കർഷക സമരം. വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2024 BJP-യേക്കാൾ വലിയ ബ്രാൻഡായി നരേന്ദ്രമോദി ഉയർന്നു നിൽക്കുകയാണെന്നാണല്ലോ സർവേ ഫലങ്ങൾ വെളിവാക്കുന്നത്. നോക്കൂ, ആ ഘട്ടത്തിൽ ഒരു ഇമേജിൽ വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് നിങ്ങൾ ഒരു ആശങ്കയോടുകൂടി കാണുന്നുണ്ടോ? ഇമേജ് അല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ കർഷകരുടെ ക്ഷേമവും അവരുടെ പുരോഗതിയാണ് ലക്ഷ്യം. അല്ലാതെ ഇമേജിൻ്റെ കാര്യം അതിൽ വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊരിക്കലും കർഷക വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാറില്ല. കഴിഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബഡ്ജറ്റിൽ തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് നീക്കി വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്. കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചതും അതിന് 1 ലക്ഷം കോടി രൂപ അതിനുവേണ്ടി മാത്രം നീക്കി വെച്ചതും ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്. കാർഷിക മേഖലയിൽ എന്തെല്ലാം സൗകര്യങ്ങൾ അവർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാണ്, ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നതിന്, അതുപോലെ താങ്ങുനില വർദ്ധിപ്പിക്കുന്നതിന് എല്ലാം ഞങ്ങളുടെ നിലപാട് കർഷകർക്ക് അനുകൂലം തന്നെയാണ്. പിന്നെ കർഷക സമരത്തിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കാനും കഴിഞ്ഞ റിപ്പബ്ലിക് നമുക്ക് കണ്ടല്ലോ, ജനുവരി 26-ന് എന്താണ് നമ്മുടെ ഡൽഹിയിൽ നടന്നതെന്ന് കണ്ടല്ലോ. അത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ആരെങ്കിലും അതുപോലെ അക്രമം നടത്തി ആരെങ്കിലും നമ്മുടെ വഴിക്ക് നയിക്കാമെന്നുള്ള രീതിയിൽ ആരെങ്കിലും ആ രീതിയിൽ പ്രേരിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവരെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിടുക ചെയ്യും. അതിനുള്ളൊരു പ്രിക്കോഷൻ മാത്രമാണ്. ഞങ്ങൾ ഒരിക്കലും കർഷകർക്കെതിരായി വെടിവെക്കാനോ കർഷകർ മോശപ്പെട്ട ആളുകളാണ് എന്നുള്ളൊരു ചിന്തയിലോ പ്രവർത്തിക്കുന്നതല്ല. അവരുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 വട്ടം ചർച്ച കഴിച്ചത്. ഇനിയും ചർച്ച അടുത്ത ചണ്ഡീഗഡിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അവർക്ക് എല്ലാവർക്കും കൂടി സ്വീകാര്യമായ ഒരു ഇഷ്യൂ വരുമ്പോൾ 2 പക്ഷത്തിനും അഭിപ്രായമുണ്ടാവും. അതിനെ ഒരു കോമൺ പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാം അംഗീകരിച്ചു കൊടുക്കാനും എല്ലാവരെയും എതിർക്കാനും കഴിയില്ലല്ലോ. ആ ഒരു സ്വാഭാവികമായ ഒരു അനുനയത്തിൻ്റെ പാത തന്നെയാണ് BJP എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഈ പ്രശ്നത്തിലും അത് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. അല്ലാതെ ഒരു കർഷക വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോകില്ല.